ഇനി വരൂ മൂന്നാറിലേക്ക്. കേരളത്തിന്റെ അഭിമാനമായ ടൂറിസം ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. മൂന്നാറിൽ മറ്റു വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇതിനകം ആധുനിക സൗകര്യങ്ങളോടുകൂടി വിനോദസഞ്ചാരികൾക്കടക്കം മെച്ചപ്പെട്ട ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കുമായിരുന്നു. ദുരിതക്കയമായി മാറിയിരിക്കുകയാണ് മൂന്നാറിലെ KSRTC ഡിപ്പോ. മഴ പെയ്തതോടെ ചെളിക്കുണ്ടായി മാറി. കാൽനടയായി പോലും അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. ബസ് സ്റ്റാൻഡും ഡിപ്പോയും പ്രവർത്തിക്കുന്നത് പരിമിതമായ സ്ഥലത്താണ്. വിദേശികളടക്കം ബസ് യാത്രക്കായി എത്തുന്ന ഡിപ്പോയുടെ ദുരിത കാഴ്ചയുമായി സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇത്തരമൊരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ എത്ര മികച്ച സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. എന്താണ് മൂന്നാർ ഡിപ്പോയുടെ അവസ്ഥ? ഇടയ്ക്ക് KSRTC അവിടെ ഈ ബസ്സിൽ താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തി തുടങ്ങിയെങ്കിലും അതൊന്നും ബസ് ഡിപ്പോയുടെ പരിഷ്കരണത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ദുരിതം തന്നെയല്ലേ? വിദേശികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും മൂന്നാറിലെത്തുന്നവരെ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാർ ഈ KSRTC ഡിപ്പോ എന്ന് പറയുന്നത് ഒരു ഡിപ്പോ മാത്രമല്ല, ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കാരണം ഈ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ നൂറുകണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ എത്തി ഈ ബസ്സുകളിലാണ് താമസിക്കുന്നത്. അവരുടെ സൗകര്യം എന്ന് പറയപ്പെടുന്നത്, ഇതിനൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്ത് പൂർണ്ണമായും ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ചെളി എന്നത് മാത്രമല്ല, ഇതിനപ്പുറത്തെ വശത്തേക്ക് കുറച്ചുകൂടി നമ്മൾ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായും മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഈ മഴക്കാലമൊക്കെ സജീവമായതോടുകൂടി തന്നെ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പൂർണ്ണമായും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുരിതപൂർണമായി നിൽക്കുന്ന, ഇല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ചെന്ന് കയറാൻ പോലും കഴിയാത്ത വിധത്തിൽ എത്രത്തോളം പ്രതിസന്ധിയാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ് ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾ നേരിടുന്ന, ഇല്ലെങ്കിൽ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിൽ ഇല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുവിധ ഇടപെടലും ഏതാണ്ട് 5 കോടിയോളം രൂപ ഇപ്പോൾ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നതല്ലാതെ മറ്റൊരു നടപടിയിലേക്കും കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. പുതിയ ഒരു സ്റ്റാൻഡ് നിർമ്മിക്കുകയും അതിനുശേഷം ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള ബസ്സുകൾ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബസ്സുകൾ എന്ന് പറയുന്നത്. ഇതിനകത്താണ് നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികൾ, കൂടുതലും ഈ വിദേശത്തു നിന്നടക്കം എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ ബസ്സിൽ തങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കി അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മറ്റ് സാങ്കേതികമായി നോക്കുമ്പോൾ മറ്റെല്ലാം പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അന്തർ സംസ്ഥാനത്തേക്കടക്കം ബസ്സുകൾ പോകുന്ന നിരവധിയായിട്ടുള്ള സഞ്ചാരികളൊക്കെ എത്തുന്നിടത്ത് വളരെ പരിമിതമായ ഒരു സാഹചര്യം മാത്രമാണ് ഈ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവസ്ഥ പോലും പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഒരു കിണർ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങോട്ടും ഈ ഒരു ഭാഗത്തെ കെട്ടിടത്തിൻ്റെ ഒരു വശം ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ ഒരു സൈഡ് എടുത്ത് വെച്ച് മറച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എങ്കിൽ പോലും അത് വലിയ പ്രതിസന്ധി ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ പോലും ഇളകി താഴത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ഭാഗം മാറിയിട്ടുണ്ട്. യാത്രക്കാർ വരുന്ന ഭാഗത്തേക്ക് കൂടി ഒന്ന് പോകണം. കെട്ടിടത്തിൻ്റെ ബലക്ഷയം മനസ്സിലായത് കോഴിക്കോടുണ്ട്, പെരുമ്പാവൂരിലുണ്ട്, തൃശ്ശൂരിലുണ്ട്. ഇപ്പോൾ മൂന്നാറിലെ പുതുതായിട്ട് നിർമ്മിച്ച കെട്ടിടത്തിന് പോലും ഫൗണ്ടേഷൻ പോലും പൊട്ടിപ്പൊളിഞ്ഞില്ലാത്തൊരു സാഹചര്യമാണ്. ഒരിടത്ത് ഫൗണ്ടേഷൻ ഇല്ല, മറ്റൊരിടത്ത് മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നു, മറ്റൊരിടത്ത് തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു. ഇതൊക്കെയാണ് KSRTCയിൽ പൊതുവെ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇതാണ് മൂന്നാറിലെ ബസ് സ്റ്റാൻഡിനുള്ളിലെ അവസ്ഥ. എനിക്കൊന്ന് മഴ പെയ്താൽ ഈ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് വെള്ളമൊക്കെ കയറുമോ? എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ആ ചെളിക്കുണ്ടായി കിടക്കുന്ന പ്രദേശത്ത് കൂടുതൽ ഭാഗത്തേക്ക് വെള്ളക്കെട്ടായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇവിടെയാണ് ഈ ആളുകൾ യാത്രക്കാരെത്തുകയും അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം, അതും വളരെ പരിമിതമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ തന്നെ നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ പോലും
ഇവിടെ വളരെ പരിമിതമായ ഇരിപ്പിടങ്ങൾ. ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാറിലെ ശൗചാലയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതുമാത്രമാണ് മൂന്നാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പോസിറ്റീവായി നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ മറ്റെല്ലാ തരത്തിലും വലിയ പരിമിതി നേരിടുന്ന ഒരു സാഹചര്യമാണ് മൂന്നാറിന്റെ ഈ ഒരു. ശരി, സന്ദീപ് രാജാക്കാരാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയുടെ കഥ നമ്മൾ കണ്ടു. മൂന്നാറിലെ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ ദ്രവിച്ചിരിക്കുന്ന കാഴ്ചയും പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു.